തൃശ്ശൂരിലെ ആ തോൽവിയെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? 18 സീറ്റിൽ ഉജ്ജ്വലമായ വിജയം നേടിയതിൻ്റെ വിജയകഥകളല്ലേ പറയേണ്ടത്? ആ വിജയകഥകൾ മാറ്റിവെച്ചിട്ട് തോറ്റേ മുരളി തോറ്റേ എന്ന് മാത്രം വിളിച്ചു പറയുന്നതിൻ്റെ പിന്നിൽ സംഘടിതമായ അജണ്ടയുണ്ട് എന്ന് കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് കെ മുരളീധരനെ നേരിട്ട് കണ്ടിരിക്കുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഇന്ന് രാവിലെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നേരിട്ട് മുരളിയെ കണ്ട് സംസാരിച്ച് പ്രശ്നം ഒതുക്കാൻ ശ്രമിക്കും എന്ന് കേരള വിഷൻ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ആ വാർത്തയെ തുടർന്ന് താൻ ഇന്ന് കാണുന്നില്ല, ആ വാർത്ത എല്ലാവരിലേക്കും എത്തി, അത് ലീക്കായിരിക്കുന്നു, അതുകൊണ്ട് കാണുന്നില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു. പിന്നീട് ഇതാ ഇന്ന് തന്നെ ആ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നു. കെ മുരളീധരൻ്റെ നിരാശയെ മാറ്റുന്നതിന് വേണ്ടി, കെ മുരളീധരൻ്റെ സങ്കടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി KPCC അധ്യക്ഷൻ തന്നെ നേരിട്ട് കെ മുരളീധരൻ്റെ ഈ ദിവസങ്ങളിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഏകാന്തതയുടെ വൽമീകത്തിൽ, മൗനത്തിൻ്റെ വൽമീകത്തിൽ സ്വയം നിരാശാഭരിതനായി തളർന്നിരിക്കുകയായിരുന്ന കെ മുരളീധരൻ്റെ അരികിൽ ചെന്ന് തോളിൽ പിടിച്ച് കെ സുധാകരൻ സംസാരിച്ചിരിക്കുന്നു. പൊതുരംഗത്തേക്ക് തിരിച്ചു വരില്ല എന്ന് പറയല്ലേ മുരളി, വരൂ, ശക്തിയോടുകൂടി വരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞ കാര്യം പുറത്തു വന്ന് മാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നു. പൊതുരംഗത്തേക്ക് മുരളീധരനെ തിരിച്ചു കൊണ്ടുവരും, പദവികൾ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇതൊക്കെയാണ് ഏറ്റവും ഒടുവിലെ മുരളീധരനെ കണ്ടതിന് ശേഷമുള്ള കെ സുധാകരന്റെ വാക്കുകൾ. കോൺഗ്രസിന്റെ ഇത്രയും സീനിയറായ ഒരു നേതാവിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആണ് അദ്ദേഹത്തെ അനുനയിപ്പിക്കുക. അതെന്റെ ഒരു ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തമാണ് ഞാൻ നിറവേറ്റുന്നത്. ആ പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ പറയാൻ പറ്റൂല. അങ്ങനെ പറയാൻ ഞാൻ അങ്ങനെ ഒരു വിഡ്ഢിയാ? അത് വരുത്തിക്കും നമ്മൾ, അതിൽ തർക്കമൊന്നും വേണ്ട. ഓഫറൊന്നുമില്ല, അങ്ങനത്തെ ഓഫറും ഗീഫറൊന്നും വിളിച്ചു നിങ്ങളുടെയൊക്കെ പറയില്ല. ഇല്ല, അദ്ദേഹം ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടുമില്ല. ഞാനായി അങ്ങോട്ട് സംസാരിച്ചു, നമ്മൾ അനുനയിപ്പിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് പോകണം. ആ ഒരു തോൽവി ഉണ്ടായതിന്റെ അകത്ത് സംഘടനാ രംഗത്തുള്ള പല പാളിച്ചയുണ്ട്. ആ പാളിച്ചയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി അതിന്റെ പുറത്ത് നടപടി ഉണ്ടാകും. അതൊന്നും നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല, നമ്മൾ ഉത്തരവാദിത്തമല്ലേ? അദ്ദേഹത്തിന്റെ വികാരം പറഞ്ഞു, അത് സ്വാഭാവികമാണ്. അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ട്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അതൊരു വലിയ പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അതൊരു ചെറിയ കാര്യം. കോഴിക്കോട്ട് കെ മുരളീധരന്റെ വസതിയുടെ പരിസരത്ത് നിന്ന് മേഘ്ന മുരളി ചേരുന്നു. കെ സുധാകരൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മേഘ്ന? മുരളീധരന്റെ സാന്നിധ്യം കേരള കോൺഗ്രസിൽ എത്രത്തോളം നിർണായകമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇത്ര ദ്രുതഗതിയിലുള്ള KPCC നേതൃത്വത്തിന്റെ അടക്കമുള്ള ഒരു അനുനയ നീക്കം എന്ന് പറയുന്നത്. 5:30യോടുകൂടിയാണ് കെ സുധാകരൻ കോഴിക്കോടുള്ള കെ മുരളീധരന്റെ വസതിയിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, കണ്ണൂരിൽ കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല, അല്ലെങ്കിൽ കോഴിക്കോട്ടെ വസതിയിലേക്ക് എത്തില്ല എന്നുള്ള ഒരു മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന് ശേഷമാണ് വളരെ രഹസ്യമായി കോഴിക്കോട്ടെ വീട്ടിലേക്ക് കെ സുധാകരൻ എത്തുന്നത്. പക്ഷേ അത് കേരള വിഷൻ ന്യൂസ് അടക്കം മുന്നേ തന്നെ വാർത്ത നൽകുകയും അത് മറ്റു മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കുകയും ഇതിൽ നമ്മൾ കെ സുധാകരന്റെ പ്രതികരണം തേടാനായി കോഴിക്കോട്ടെ വസതിയിലേക്ക് എത്തുകയുമായിരുന്നു. 5:30യോടുകൂടി കെ സുധാകരൻ കോഴിക്കോട്ടെ ജ്യോതിസിലെത്തി. അവിടെ നിന്ന് ഒരു 20 മിനിറ്റോളം കണ്ണൂരിലെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കൾ കൂടി കെ സുധാകരന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റോളം കെ മുരളീധരന്റെ വസതിയിൽ ചർച്ച ചെയ്തു. അതിനുശേഷം ഇറങ്ങി വന്ന് കെ സുധാകരൻ നമ്മളോട് പ്രതികരിച്ചത്, ഇതിൽ കെ മുരളീധരന് ഒരു അനുനയ നീക്കം ഉണ്ടാകും, അല്ലെങ്കിൽ കെ മുരളീധരനെ കേരള രാഷ്ട്രീയത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല മറ്റു ഓഫറുകൾ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങളൊന്നും കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നും പറയുന്നു. അങ്ങനെ ഒരു തരത്തിലും, അതായത് KPCC പ്രസിഡന്റ് സ്ഥാനമടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് ഏത് സ്ഥാനത്തിനെ കുറിച്ചും കെ മുരളീധരൻ ചോദിച്ചിട്ടില്ല. മറിച്ച് താൻ ഒരു ഉദ്യമമെടുത്ത് മുന്നോട്ട് വന്ന് ഈ കെ മുരളീധരനോട് ഒരു ചർച്ച നടത്തുകയായിരുന്നു എന്നും പറയുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, തൃശ്ശൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഉണ്ടായിട്ടുള്ള കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ തോൽവി, അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതികരണം കൂടി ഒരു കെ സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്ത് ഓഫറാണ് അല്ലെങ്കിൽ എന്ത് അനുനയ നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളൊരു കാര്യം കെ സുധാകരൻ മാധ്യമങ്ങളോട് തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം കണ്ണൂരിൽ മണിക്കൂറുകൾക്ക് മുന്നേ കണ്ണൂരിൽ പ്രതികരിച്ചിട്ടുണ്ടായപ്പോൾ അല്ലെങ്കിൽ കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ KPCC പ്രസിഡന്റ് ആവാനടക്കം ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണ്
ആളാണ് കെ കരുണാകരന്റെ മകൻ എന്നുള്ള രീതിയിലായിരുന്നു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതികരണത്തിൽ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനമടക്കം വിട്ടു നൽകും കെ സുധാകരൻ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഒരു മയം വരുന്നോ എന്നുള്ള ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനമാണെങ്കിലും അത് തീരുമാനിക്കേണ്ടത് താനല്ല, അല്ലെങ്കിൽ അത് തനിക്ക് പറയാനാവില്ല എന്നുള്ള ഒരു തരത്തിലായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അത് ഹൈക്കമാൻഡ് അടക്കം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തീരുമാനിച്ചാൽ മാത്രമേ മറ്റ് തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏത് സ്ഥാനം മുരളീധരന് കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു തീരുമാനം വരൂ എന്നുള്ള രീതിയിലാണ് കെ സുധാകരൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഈ മുരളീധരൻ അതായത് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെയുള്ള ഏത് ഫോർമുല അത് തനിക്ക് ഇന്ന സ്ഥാനം വേണമെന്നുള്ള ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല എന്നും പറയുന്നു. മാത്രമല്ല പരിഭവം ഉണ്ട് എന്നുള്ളത് KPCC പ്രസിഡന്റ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ, അതായത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാകത്തിന് ഉള്ള ഒരു പ്രശ്നം മുരളീധരൻ ഇല്ല എന്നുള്ളത് തന്നെയാണ് കെ സുധാകരൻ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കെ മുരളീധരൻ ഇപ്പോഴും മാധ്യമങ്ങളെ കാണാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കെ സുധാകരൻ മടങ്ങിയതിനു ശേഷവും നമ്മൾ കെ മുരളീധരന്റെ പ്രതികരണം തേടുകയുണ്ടായി. ഇപ്പോഴും മാധ്യമങ്ങളെ കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ് കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ കെ സുധാകരന്റെ കൂടെയും കെ മുരളീധരൻ ഒരു യാത്ര അയക്കാൻ പോലും പുറത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു പരിഭവം കെ മുരളീധരന് പൂർണ്ണമായി മാറിയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിന്റെ അനുനയ നീക്കത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കെ മുരളീധരന്റെ പ്രതികരണം തന്നെ വരേണ്ടതുണ്ട്. അല്ലെങ്കിൽ കെ മുരളീധരന്റെ ആവശ്യം എന്താണ് എന്നുള്ളത് കെ മുരളീധരൻ പറയേണ്ടതുണ്ട്. പക്ഷേ അതിന് ഇതുവരെ കെ മുരളീധരൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ കെ സുധാകരൻ ഡൽഹിയിലേക്കാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഹൈക്കമാൻഡ് നേതൃത്വത്തെ അടക്കം കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കം കണ്ട് സംസാരിച്ചുകൊണ്ട് ഇതിൽ എന്ത് തീരുമാനം കെ മുരളീധരന്റെ കാര്യത്തിൽ എടുക്കണം എന്നുള്ളത് കൃത്യമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് മാധ്യമങ്ങളെ അറിയിക്കും എന്നുള്ളതാണ് കെ സുധാകരൻ അറിയിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ തന്നെ കെ മുരളീധരന്റെ വീട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് കെ സുധാകരൻ പുറപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, അതായത് KPCC നേതൃത്വത്തിന്റെ അടക്കം ദ്രുതഗതിയിലുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് കെ മുരളീധരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കെ മുരളീധരൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ കെ മുരളീധരന്റെ അസാന്നിധ്യം എത്രത്തോളം കോൺഗ്രസ് രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നുള്ള ഒരു കൃത്യമായ ധാരണ KPCC പ്രസിഡന്റ് അടക്കമുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇത്ര ദ്രുതഗതിയിലുള്ള ഒരു അനുനയ നീക്കവുമായി കെ സുധാകരൻ എത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വളരെ രഹസ്യമായി ഡൽഹിയിലേക്ക് പോകുന്നു, അടിയന്തര പ്രാധാന്യത്തോടു കൂടി കെ മുരളീധരനെ കാണുന്നു എന്ന് പറയുമ്പോൾ ആ പ്രാധാന്യത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി ആലോചിക്കേണ്ടതുണ്ട്. മേഘന സൂചിപ്പിച്ചതുപോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഹൈക്കമാൻഡ് കൂടി കാണുന്നു, കേരളത്തിലെ KPCC കാണുന്നു എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാവുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഇന്ന് ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി, അത് മേഘന സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കൃത്യമായിട്ടും, KPCC അധ്യക്ഷ പദവി പോലും കെ മുരളീധരന് കൊടുക്കാവുന്നതാണ്, അതിന് അദ്ദേഹം പൂർണ്ണമായും ഫിറ്റാണ് എന്ന്. വാസ്തവത്തിൽ തൻ്റെ പക്കലിരിക്കുന്ന KPCC അധ്യക്ഷ പദവി ആണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേക്ക് കൂടി മുരളീധരനൊരു ലാക്കുണ്ടെങ്കിൽ ആ ലാക്കിൽ നിന്ന് സ്നേഹവാത്സല്യത്തോടുകൂടി മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം, പരിഭവത്തെ തുടച്ചു കളഞ്ഞുകൊണ്ട് തോളിൽ പിടിച്ചുകൊണ്ട് KPCC അധ്യക്ഷ പദവി ഒഴികെയുള്ള മറ്റിഷ്ടം പോലെ പദവികളുണ്ട്, അതിലേക്ക് മനസ്സ് വെച്ചോളൂ എന്നുള്ള ഒരു സൂചന ഒരുപക്ഷെ നൽകാൻ കൂടിയായിരിക്കാം തന്ത്രജ്ഞൻ കൂടിയായ കെ സുധാകരൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യമെന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. കെ കരുണാകരൻ്റെ മക്കളുടെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം ഉടനീളം പരിശോധിച്ചാൽ പരിഭവങ്ങളുടെ, പിരിഞ്ഞിരിക്കലുകളുടെ, സങ്കടം പറച്ചിലുകളുടെ ഒക്കെ കഥകളും അതിൻ്റെ പേരിൽ നേടിയെടുത്ത നേട്ടങ്ങളുടെ ചരിത്രവും ധാരാളമുണ്ട്. ആ നേട്ടങ്ങളൊന്നും മോശമാണെന്നല്ല പറഞ്ഞു വരുന്നത്. ഇതാണ് ആ രാഷ്ട്രീയത്തിൻ്റെ പൊതുചരിത്രം എന്ന് പറയുന്നത്. മേഘനയോട് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വിഷയത്തെ ലാഘവത്വത്തോടുകൂടി കണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമേ അല്ല, അർഹിക്കുന്ന പ്രാധാന്യമുണ്ട്, പക്ഷേ 18 പേരുടെ വിജയത്തെ ലഘൂകരിച്ച് കാണല്ലേ, ജയിച്ചവർ അവരുടെ വലിയ നിരകളുണ്ട്, 10 ലക്ഷം 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടിയവരുടെ ഭൂരിപക്ഷത്തിൻ്റെ കണക്കുകളുണ്ട്. അതിൻ്റെ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഈ വേളയിൽ ഒരൊറ്റ തോൽവിയെക്കുറിച്ച് മാത്രം പറയുന്നത് ആരുടെയൊക്കെയോ സംഘടിതമായ അജണ്ടയാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ ഇന്നത്തെ പ്രതികരണത്തിൽ എവിടെയെങ്കിലും കെ സുധാകരൻ ഈ തോൽവിയേക്കാൾ പ്രധാനപ്പെട്ട വിജയങ്ങളില്ലേ എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ?
തീർച്ചയായും എം എസ് ആദ്യം സൂചിപ്പിച്ച വിഷയത്തിലേക്ക് തന്നെ വരാം. അതായത് കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് കെ കരുണാകരന്റെ മകൻ എപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഘടകവുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അങ്ങനെ നിയമസഭയിലൊക്കെ അടക്കം വരാൻ ആഗ്രഹിച്ചിരുന്ന നേതാവായിരുന്നു കെ മുരളീധരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഈ കെ മുരളീധരന്റെ സമ്മർദ്ദ തന്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു പരിഭവം അല്ലെങ്കിൽ പിണങ്ങി നിൽക്കൽ എന്ന് പറയുന്നത് മുരളീധരൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവുക. ഇനി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും മുരളീധരൻ ആഗ്രഹിക്കുന്നുണ്ടാവുക കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ, അതായത് KPCC പ്രസിഡന്റിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ താക്കോൽ സ്ഥാനം എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെയായിരിക്കും. അതായത് മുന്നേ തന്നെ കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് MP സ്ഥാനത്തിനേക്കാളും മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് പറയുന്നതിനേക്കാളും കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ അത്രയേറെ തൽപരനായിട്ടുള്ള നേതാവാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. അതിൽ അങ്ങനെ ഒരു ഫോർമുല കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെ കെ മുരളീധരൻ അത് നിഷേധിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പക്ഷേ കെ സുധാകരന്റെ കാര്യത്തിൽ കെ സുധാകരൻ 2 മണിക്കൂർ മുന്നേ കണ്ണൂരിൽ ഒരു കൃത്യമായ ഒരു നിലപാട്, അതായത് കെ മുരളീധരൻ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തിനും ഫിറ്റാണ് എന്നുള്ള, കെ കരുണാകരന്റെ മകൻ ഏതൊരു സ്ഥാനത്തിനും ഫിറ്റാണ് എന്നുള്ള, KPCC പ്രസിഡന്റ് സ്ഥാനം വേണമെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കും എന്നുള്ളൊരു നിലപാട് കോഴിക്കോടെ വസതിയിലേക്ക് എത്തുമ്പോൾ മയപ്പെടുത്തി അല്ലെങ്കിൽ മയപ്പെടുത്തുന്ന രീതിയിലേക്കാണ് കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഇത് തന്റെ പക്കൽ നിൽക്കുന്ന കാര്യമല്ല, അത് മറ്റു ചർച്ചകളും ഹൈക്കമാൻഡ് അടക്കമുള്ള ചർച്ചകൾ നടത്തി ഏത് സ്ഥാനം കൊടുക്കണം, അത് KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് മറ്റ് ഹൈക്കമാൻഡ് നേതൃത്വം അടക്കം ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ള ഒരു മയപ്പെടുത്തലിലേക്കാണ് കെ സുധാകരൻ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത് കെ സുധാകരൻ ഇത്ര പെട്ടെന്ന് തന്റെ കയ്യിലുള്ള താക്കോൽ സ്ഥാനം മുരളീധരന് വിട്ടു നൽകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. അനാരോഗ്യമടക്കം കെ സുധാകരന് പറയുന്നുണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് കെ സുധാകരൻ ഒരു KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമോ എന്നുള്ള ഒരു വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ ചോദ്യം ഇവിടെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇനി അനുനയ ചർച്ചയായിരുന്നോ അല്ലെങ്കിൽ MS സൂചിപ്പിച്ചതുപോലെ KPCC പ്രസിഡന്റ് സ്ഥാനം നോക്കേണ്ട എന്നുള്ള ഒരു ചർച്ചയായിരുന്നോ എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമല്ല. അത് KPCC മാത്രമല്ല മുരളീധരന്റെ ഒരു പ്രകൃതം അനുസരിച്ച്, മുരളീധരൻ കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാവുന്നതുപോലെ മുരളീധരന്റെ ഒരു പ്രകൃതം അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തുറന്നടിച്ച് പറയുന്ന പ്രകൃതക്കാരനാണ് കെ മുരളീധരൻ. അങ്ങനെ ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ, മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഭവം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫോർമുലയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് വന്നാൽ, പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ തോൽവി വലിയ തരത്തിൽ മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നു, അല്ലെങ്കിൽ ബാക്കി 18 സീറ്റുകളിലെ വിഷയത്തെ വില കുറച്ച് കാണല്ലേ എന്നുള്ളൊരു ചോദ്യം. പക്ഷേ അത് കെ സുധാകരൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ ഇലക്ഷൻ പ്രചരണത്തിനടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മത്സരിപ്പിച്ചത് അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് ഒരു ഉടനടിയുള്ള ഒരു മണ്ഡല മാറ്റം എന്ന് പറയുന്നത് മണ്ടൻ തീരുമാനമായിരുന്നില്ലെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. മറിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ അവിടെ പാർട്ടി പ്രവർത്തകർക്ക്, പാർട്ടി നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു പ്രസ്താവന കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് പരിശോധിക്കും കോൺഗ്രസ് നേതൃത്വം, അത് കൃത്യമായി പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം മറ്റ് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടത്, ആദ്യം ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു നേതാവും തന്റെ പ്രചരണത്തിന് വേണ്ടി വന്നില്ല എന്നുള്ളൊരു പരിഭവം അന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞതാണ്. അതായത് DK ശിവകുമാർ ഒഴികെയുള്ള ബാക്കി നേതാക്കൾ ഒന്നും വന്നില്ല. BJPക്ക് നരേന്ദ്രമോദി 3 തവണ വരുന്നു, പിണറായി വിജയൻ വരുന്നു, അങ്ങനെ CPM-നും BJPക്കും വേണ്ടി പല നേതാക്കളും പ്രചരണത്തിനെത്തുന്നു. പക്ഷേ തന്നെ വലിയ രീതിയിൽ തഴഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രതികരണം, അത് ശരിവെക്കുന്ന രീതിയിലാണ് കെ സുധാകരന്റെ ഇപ്പോഴത്തെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. തൃശ്ശൂരിൽ നേതൃത്വത്തിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ സുധാകരൻ സമ്മതിക്കുന്നത്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പറയുന്നു. എന്തായാലും കെ സുധാകരൻ വന്നത് ഒരു അനുനയ നീക്കത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഈ KPCC സ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഉള്ള ഒരു ചർച്ച അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമല്ല. കെ മുരളീധരന്റെ ഒരു പ്രകൃതം അനുസരിച്ച് മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിഭവം ഉണ്ടെങ്കിൽ കെ മുരളീധരൻ അത് പ്രകടിപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ അതിന് ഇതുവരെ ഇപ്പോൾ വൈകുന്നേരം അടക്കം നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ അതിന് കെ മുരളീധരൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് ഒന്നുകിൽ KPCC പ്രസിഡന്റ് സ്ഥാനം, അതിന് കെ സുധാകരൻ കൂടി തയ്യാറാവേണ്ടതുണ്ട്, അത് കെ മുരളീധരൻ സ്വീകരിക്കേണ്ടതുമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ഒരു സീറ്റാണ്. അതായത് രാഹുൽ ഗാന്ധി ഒഴിയുകയാണെങ്കിൽ, മാത്രമല്ല
പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നില്ലെങ്കിൽ, മത്സരിക്കാനായി എത്തുന്നില്ലെങ്കിൽ അതിൽ മൂന്നാമത്തെ ഒരു സ്ഥാനം, മറ്റ് ഓപ്ഷനുകൾ ഇല്ലാതെ മൂന്നാമതായി കെ മുരളീധരനെ തന്നെ പരിഗണിക്കുമെന്നുള്ളതാണ്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗാന്ധി കുടുംബം, രാഹുൽ ഗാന്ധി കുടുംബം ആ ഒരു ലെഗസി, വയനാടുമായിട്ടുള്ള ഒരു ലെഗസി വിട്ടൊഴിയാൻ വേണ്ടി തയ്യാറാകുമോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കും, അല്ലെ രാഹുൽ ഗാന്ധിയുടെ ഒരു തുടർച്ച എന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് അറിയുന്നത്. ഇനി പ്രിയങ്ക ഗാന്ധി ഒരു നോ പറയുകയാണെങ്കിൽ അവിടെ മൂന്നാമതായി ഒരു ഓപ്ഷൻ വരുന്നത് കെ മുരളീധരൻ തന്നെയായിരിക്കും. അതിന് കെ മുരളീധരൻ തയ്യാറാവേണ്ടതുണ്ട്. മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് UDF കൺവീനർ സ്ഥാനമാണ്. പക്ഷേ MM ഹസൻ എന്ന് പറയുന്ന ന്യൂനപക്ഷ സമുദായത്തിലെ ന്യൂനപക്ഷ പ്രതിനിധിയായിട്ടുള്ള MM ഹസനെ മാറ്റിയാൽ അതൊരു ദോഷത്തിലേക്ക് വരുമോ, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായി വരുമോ എന്നുള്ളൊരു സംശയം കൂടി കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഈ കെ സുധാകരൻ പറഞ്ഞതുപോലെ അനുനയ നീക്കമായി KPCC പ്രസിഡന്റ് സ്ഥാനം തന്നെ നൽകേണ്ടി വരും. മറ്റൊരു ഫോർമുല എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിലേക്ക് തന്നെ, തന്റെ പഴയ ഒരു രാഷ്ട്രീയ കളമായിട്ടുള്ള വട്ടിയൂർക്കാവിലേക്ക് തന്നെ പോയി അവിടെ രാഷ്ട്രീയ പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ മത്സരിച്ച് വിജയിക്കുക എന്നുള്ളൊരു കാര്യം കൂടി, ഒരു ഫോർമുല കൂടി വെക്കും. പക്ഷെ അതിന് കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും മുരളീധരന്റെ ഒരു പ്രതികരണം ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് മുരളീധരന്റെ ആവശ്യം എന്നുള്ളൊരു കാര്യം കൃത്യമായി വ്യക്തമാവാൻ പറ്റുള്ളൂ. എന്തായാലും തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന്, മുരളീധരൻ ഉന്നയിച്ചതുപോലെ നേതൃത്വത്തിന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നത്.